ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈപ്പിനിലുള്ള ബോച്ചയുടെ ടൊടി പബ്ബിലാണ്. നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു തിങ്കളാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ചയായിട്ട് പോലും ഇവിടെ നല്ല തിരക്കാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുള്ളൂ. ഇവിടേക്ക് വരുന്ന വഴി തീരെ ഒരു ചെറിയ വഴിയാണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 10-60 കാർ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കാറും കൊണ്ട് ഇങ്ങോട്ട് പോരാം. ഇവിടെ നിന്ന് പാർക്കിംഗ് കിട്ടില്ല എന്നുള്ളൊരു പേടി വേണ്ട, പാർക്കിംഗ് എന്തായാലും കിട്ടും. അത്രയധികം സ്ഥലമുണ്ട് ഇവിടെ. ഈ വീഡിയോ എല്ലാവരും തന്നെ ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉള്ളിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉള്ളിൽ അത്രയും തിരക്കാണ്. നമ്മളൊരു 2 മണിക്കൂർ മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ടേബിൾ കിട്ടി. ചെന്നപ്പോൾ തന്നെ ടേബിൾ കിട്ടി. നമ്മൾ ടേബിളിൽ ചെന്നിരുന്നിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഓർഡർ എടുക്കാനൊക്കെ ആൾ വന്നു കേട്ടോ. ഉള്ളിലൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്, അടിപൊളി ഒരു വൈബാണ്. ചെന്ന് കാണേണ്ട ഒരു കാഴ്ചയൊക്കെ തന്നെയാണ്. ഫുഡ് ഓർഡർ എടുക്കാനായിട്ട് കുറച്ച് വരാൻ വൈകിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കണ്ടിരിക്കാം. നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡ് ഓർഡർ എടുക്കാൻ വന്നു. നമ്മൾ ചെന്നതൊരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയായിട്ട് പോലും അന്നത്തെ തിരക്കാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഫാമിലി ക്യാബിൻസ് ആണ് കേട്ടോ. ഇതൊക്കെ തന്നെ മുൻപേ എല്ലാം ബുക്കിംഗ് ആണ്, ഓൾറെഡി എല്ലാം ബുക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇപ്പോൾ ആരൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കയറി വീഡിയോ എടുത്തതാണ്. ഇതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനല്ല, അതിനകത്തൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ച് ബുക്ക് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും വിളിച്ച് നമ്മൾ ടേബിൾ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിവിടെ ഒന്ന് പോസ്റ്റ് ആവും, കുറേ ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു തിങ്കളാഴ്ച കാണുന്ന തിരക്കാണത്. അപ്പോൾ വീക്കെൻഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ കടക്കാൻ കൂടി സ്ഥലം ഉണ്ടാവില്ല. നമ്മളവിടെ ചെന്ന് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഓർഡർ എടുക്കാനായിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്ത് വന്നു കേട്ടോ. ഇവിടെ ചെന്നിട്ട് ഓർഡർ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മെനു കാർഡ് ഇല്ല. അവർ ഒരു ടാബ് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെയുള്ള ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരും. നമ്മളത് അതിൻ്റെ വില എത്രയാണെന്ന് അറിയാണ്ട് ഒരിക്കലും ഓർഡർ ചെയ്തത്. കാരണം 2500 രൂപ വരെയുള്ള ഫിഷ് ഫ്രൈ ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വില അറിയാണ്ട് നമ്മൾ ഒരിക്കലും ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാത്തിനും വില ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഓർഡർ ചെയ്ത് വന്ന ഫുഡ് നമ്മൾ തൊട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു കാരണവശാലും അവരത് റിട്ടേൺ എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാത്തിനും റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കള്ളൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്നു കേട്ടോ. ഫുഡിൻ്റെ മാതിരിയല്ല, കള്ളിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. നല്ല തണുപ്പിച്ച ജഗ്ഗിലുള്ള ഒരു കള്ളാണ് കൊണ്ടുവന്ന് തരുന്നത്. നല്ല കള്ളാണ്, അധികം പൊടി കലക്കിയ കള്ളൊന്നല്ല. നമുക്ക് കുടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു കള്ളാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. പാൽക്കപ്പ, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ബീഫ്, അങ്ങനെ കുറേ ഐറ്റംസ്, ഫിഷ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നു. ഈ കാണുന്നത് അവരുടെ കിച്ചണാണ് കേട്ടോ. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ അവർ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുൻപൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ പല വീഡിയോസിലൊക്കെ കണ്ടു കാണും. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്താൽ കുറേ ടൈം എടുക്കും, ഇവിടെ സ്റ്റാഫില്ല. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല, ഇഷ്ടംപോലെ സ്റ്റാഫാണ്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്താലും ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അധികം ഡിലേ ഒന്നുമില്ല. നമ്മളാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിളിച്ച് ടേബിൾ ബുക്ക് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരിക. ഫാമിലി ആയിട്ട് വരികയാണെങ്കിലും ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും ടേബിൾ ബുക്ക് ചെയ്തതിന് ശേഷം അവർ ടൈം പറയും, ആ ടൈമിൽ മാത്രം നമ്മളിങ്ങോട്ട് വരിക. ഫുഡൊക്കെ കഴിച്ച് പുറത്ത് കിടന്നാലും നമുക്ക് ഇഷ്ടംപോലെ കറങ്ങി നടന്ന് കാണാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കായലിൻ്റെ സൈഡിലാണ് ഈ ടൊടി പബ്ബ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കുറേ നേരം ചുറ്റി കിടന്ന് കാണാനും അതുപോലെ ചൂണ്ടയിടാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ.